ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യ ദൈവങ്ങളെ പോലെയുള്ള ആളുകളില്ലേ. നമ്മൾ അവരുടെ അടുത്ത് പ്രാർത്ഥന നിയോഗങ്ങൾ കൊണ്ട് കൊടുക്കുകയും ആ ഒരു വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ട് ഒരുപാട് ക്യൂവിൽ പെട്ട് നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എത്ര നേരം നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നഷ്ടമൊന്നും തോന്നാറില്ല. കാരണം നമുക്ക് ഒരു ദൈവങ്ങളെപ്പോലെ കാണുന്ന ആളുകളുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണം എന്നുള്ള ഒരിത്. പക്ഷേ ഇല്ലേ, നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ശരിക്കുള്ള ദൈവങ്ങളെന്ന് പറയുന്നത് ഒരു ആളിൻ്റെ ഒരു ബുദ്ധിമുട്ട് സമയത്ത് ആ തക്ക സമയത്ത് അവരിലൊരു ഇടപെട്ട് അവരുടെ ആരും ചെയ്യാത്ത സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ ആത്മഹത്യയിൽ നിന്ന് വരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ചില വ്യക്തികളുണ്ട്. അവരെയൊന്നും ഒരാളും ശ്രദ്ധിക്കാറില്ല. അവരെ ഒന്നും ദൈവങ്ങളായിട്ട് ആരും കാണാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിലുള്ള ദൈവങ്ങൾ അവർ തന്നെയല്ലേ. ചില ആളുകളൊക്കെ ഈ ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടത്തുന്നത് കാണാം. അത് അങ്ങനെ നടത്തുമ്പോൾ തന്നെ അവിടേക്ക് ആളുകൾ ഇടിച്ചു കയറി പോകുന്നതും കാണാം. കാരണം ഓരോരുത്തർക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏൽപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഇവർ ഭയങ്കര തിരക്ക് പിടിച്ച് ചെല്ലുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നത്? ഇപ്പം നമ്മളുടെ യൂസഫ് അലി സാർ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള ഒരുപാട് നന്മ പ്രവൃത്തികൾ സഹായങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ അറിയാറുണ്ട്. പക്ഷേ ആരും അറിയാത്ത എന്നാൽ പലരുടെയും ജീവൻ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരെയൊന്നും ആരും അറിയ പോലും ഇല്ലല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ദൈവങ്ങളെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ അടുത്ത വീട്ടിലെ മാവ് അങ്ങനെ വെട്ടിക്കൊണ്ട് വെക്കണേണ് കേട്ടോ. അപ്പോൾ അത് മിഷൻ വെച്ച് വറുക്കുന്നുണ്ട്. വലിയ തടിയൊക്കെ മിഷൻ വെച്ചിട്ട് ഇറക്കണത്. ചെറിയ ചെറിയ കൊമ്പുകൾ ഇങ്ങനെ ചെറിയൊരു കോഴൽ വെച്ചിട്ട് വെട്ടി അങ്ങനെയും എല്ലാം ഇങ്ങനെ കെട്ടി ഇറക്കണത് കേട്ടോ. അപ്പോൾ അത് ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ അടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം അത് ഇറക്കാൻ വേണ്ടിയിട്ട്. ആരുടെയും വീടുകൾക്കൊന്നും ഡാമേജ് വരുത്തരുതല്ല. അപ്പോൾ അങ്ങനെ കെട്ടി ഇറക്കുമ്പോഴേക്കും ഈ വെട്ടുകൂലി കൂടും കേട്ടോ. വെറുതെ ഇങ്ങനെ വെട്ടിയിടുന്ന പോലെയൊന്നുമല്ല. വെട്ടുകൂലി ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. വെറുതെ വെട്ടിയിടുന്നതിന് പൈസ കുറവാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു എമൗണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു മരം വെട്ടുമ്പോൾ ആകണത്. അപ്പോൾ ഈ മരം വളർന്നേ ഒരുപാട് വലുതായിട്ട് അത് ഏകദേശം ഇങ്ങനെ മറിയാൻ പറ്റിയ രീതിയിൽ ചരിഞ്ഞ് വരണേണ്. അപ്പം നമ്മളുടെ ഇതിൻ്റെ മുകളിലേക്ക് ഡ്രസ്സിൻ്റെ മുകളിലേക്ക് ഒരുപാട് മാങ്ങയാണെന്നുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ വർഷവും ഇങ്ങനെ പറയുമായിരുന്നല്ലോ വീഡിയോയിൽ, മാങ്ങ വീണ് അത് ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ക്രാക്ക് വീഴുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഴവെള്ളം വീഴുമ്പോൾ അത് നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു ക്രാക്ക് വന്ന സ്ഥിതിക്ക് ഇനി ഇത് വെട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ ഇത് വെട്ടി മാറ്റണം. കാരണം അത് എല്ലാവർക്കും ദോഷമാണ്. അവരുടെ വീടിനും ദോഷമാണ്, നമ്മുടെ വീടിനും ദോഷമാണ്, പിന്നെ അപ്പുറത്തെ വീടിനും 3 വീടുകൾക്ക് ദോഷമാണ് ഈ സംഭവം നിൽക്കുന്നത്. അപ്പോൾ ഈ മാവെന്ന് പറഞ്ഞൊരു സാധനം നല്ല അതായത് വേരുകൾ അങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കേ നമ്മളുടെ താഴെ വീടിൻ്റെ അകത്തേക്ക് അടിവശത്തേക്കൊക്കെ വേരുകളൊക്കെ കയറി ഒരുപാട് ഡാമേജ് വീടിൻ്റെ ഉള്ളിലും അതായത് തറയൊക്കെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെയുള്ള ആളുകൾക്ക് ഈ മാവൊക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ മുറ്റത്ത് ഇങ്ങനെ മാവ് മരമൊക്കെ വെക്കുന്നൊക്കെ ആളുകൾ കമൻസിൽ ഇങ്ങനെ എഴുതാറുണ്ട്. അത് ഒരുപാട് പുരയിടം ഒക്കെ ഉള്ള ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളുടെയൊക്കെ നാട്ടിലങ്ങനെ ഉള്ള സ്ഥലത്ത് ചെറിയ സ്ഥലങ്ങളിൽ മാവ് അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വേര് താഴെ കൂടി പോകണമെന്നും നമ്മൾ അറിയുന്നില്ല. വേരൊക്കെ പോയി താഴെ ടാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കയറി പൊട്ടൽ വീഴ്ത്തും. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ മരങ്ങളൊക്കെ വെട്ടിക്കളയുക ചെയ്യണത്. നമ്മുടെ കുഞ്ഞു മുറ്റങ്ങളാണെങ്കിൽ മരങ്ങൾ വെട്ടിക്കളയുക ചെയ്യണത്. അത് നമ്മൾക്കും ദോഷമാണ്, അടുത്തുള്ള വീട്ടുകാർക്കും എല്ലാവർക്കും ദോഷമാണ്. അപ്പം നമ്മൾക്ക് ഇവിടെയൊന്നും അങ്ങനെയൊന്നും പറ്റൂല. അപ്പം അങ്ങനെ ആ മരം വെട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ വെട്ടിയിട്ടുണ്ട്. കുഞ്ഞൊരു കൊമ്പ് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വെട്ടി അങ്ങനെ മഴക്കാലത്തിന് മുമ്പ് അതൊക്കെ വെട്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടുണ്ടാക്കി ഞാനും പപ്പയും റിച്ചാർഡും പുട്ടും പഴമാണ് കഴിച്ചത്. റോജറിന് പിന്നെ വലിയ താല്പര്യമില്ല കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഏത്തപ്പഴവും ഓട്സും ചേർത്തിട്ട് പാലും ഒക്കെ ചേർത്ത് ഒരു സ്മൂത്തി ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് സൺഡേ മേടിച്ചതിൻ്റെ ബാക്കിയുള്ളത് പച്ചക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നെടുത്തിട്ട് ഉരുളക്കിഴങ്ങിട്ടൊരു കറി വെക്കണം.
പിന്നെ ഒരു ചിക്കൻ ഫ്രൈ കൂടി ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ കുറേ അധികം നാളായിട്ട് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈ. ഞാൻ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലാത്ത ദിവസമായിരുന്നു. കാരണം നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഇതുണ്ടല്ലോ, ബ്രോഡ്ബാൻഡ് ഉണ്ടല്ലോ, അത് പ്ലാനൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 942 പ്ലാൻ, 942 പെർ മന്ത് അതിൻ്റെ പ്ലാനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഇത്തിരി സ്ലോ ആയ സ്ഥിതിക്ക് വേറൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പുതിയ മോഡും വേറെ ലൈനൊക്കെ വേറെ വലിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നേരം പോയൊരു ദിവസമായിരുന്നു. പണിക്കാർ 2-3 പേരിങ്ങനെ പോയും വന്നും നിന്നിരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ റൂബിക്കാണെന്നുണ്ടെങ്കിലും സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിപ്പോയി. കാരണം അവർ പോയി വന്ന് നിൽക്കണോണ്ട് തന്നെ അവളെ കൂട്ടിലിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. ആകപ്പാടെ ഒരു വല്ലാത്തൊരു ദിവസം. റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റാതിരുന്നൊരു ദിവസമാണ്. റിച്ചാർഡിനും ആകെ ടെൻഷനായി. റോജറിനാണെന്നുണ്ടെങ്കിൽ റോജറിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. കാരണം അവർ നെറ്റ് കണക്ഷൻ പിടിച്ചിട്ടിട്ട് അല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ റോജറിൻ്റെ സമയവും അങ്ങനെ കുറേ നഷ്ടപ്പെട്ടു പോയി. റിച്ചാർഡിൻ്റെ പഠിക്കാൻ പറ്റാതെ ഇവരുടെ പിന്നാലെ നടക്കേണ്ടി വന്ന്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു അസ്വസ്ഥമായൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കുക്കറിൽ തന്നെ അങ്ങോട്ട് താളിച്ച് ഇറച്ചിക്കറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ കാരണം എനിക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇവർക്ക് അങ്ങോട്ട് ഇത് ചെല്ലുമ്പോഴത്തേക്കും റൂബിനെ മാറ്റണം, അവർ പോകുമ്പോൾ റൂബിനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് അയച്ചിടണം, വീണ്ടും കയറ്റണം. ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പണി. റൂബിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര സങ്കടത്തിൽ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞാനേതായാലും ബീഫ് കറി ഇതിനകത്ത് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്തിരി ബിരിയാണിയുടെ മസാലയും കൂടിയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ബീഫിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച്. കാരണം എനിക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് വേവിക്കണം. അപ്പോൾ പിന്നെ ഇത്തിരി വെള്ളം കിടന്നോട്ടെ, ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളവും കൂടിയൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് റിച്ചാന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലെടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് പീസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഒരു 2 ലെഗ് പീസിൻ്റെ ആ ഒരു ഇതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൂബിക്കാണെന്നുണ്ടെങ്കിലും ലെഗ് പീസ് ആണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവൾക്കും വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ളതും ഫ്രിഡ്ജിലിരിക്കണതും ഒക്കെ ബ്രസ്റ്റ് പീസ് മാത്രമാണ്. അപ്പോൾ റൂബിക്ക് എല്ലുള്ളത് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ ലെഗ് പീസ് തന്നെ റൂബിക്കും വേവിച്ച്. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഒരു മിക്സിയുടെ ജാറിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, ഇഞ്ചി, പിന്നെ ഇത്തിരി സ്പൈസസ് മുഴുവൻ ആയിട്ടുള്ളത്, അതായത് പട്ട, കറയാമ്പ്, ഏലക്കായ 2 വെച്ചിട്ടൊക്കെ അതിട്ട് മതിയാകും. അപ്പം അങ്ങനെ ഇത് ഒരു മിക്സ് ആദ്യം നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകം കുറച്ച് അധികം ഇടുന്നത് 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പട്ട, കറയാമ്പ്, ഏലക്കായയും കൂടി, പിന്നെ ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ഇടേണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു വലിയ ചില്ലി ഇടാം. അപ്പോൾ ഇതിൽ വലിയ പീസായിട്ട് ചതഞ്ഞ് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടാ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ടാവുന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇത്തിരി മുഴുവനോടെ കിടന്ന് വെച്ചത് കണ്ടില്ല. അപ്പോൾ ഈ ഒരു കണക്കിന് ഞാൻ ചതച്ചെടുത്ത്, എന്നിട്ട് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യേണ്ട സാധനം പൊടികളുടെ കൂട്ടത്തിലേക്ക് ഇതും കൂടി ഒരു ഇത്തിരി ഇട്ടിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മാരിനേഷന് വേണ്ടിയിട്ട് ഗരം മസാല, മുളക് പൊടി, ഇതിനകത്ത് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കണില്ല കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 3 പൊടികൾ, ഈ 3 പൊടികൾ മാത്രമേ ചേർക്കണത്. പിന്നെ കോൺഫ്ലോറാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന മിക്സിയിൽ ചതച്ച് വെച്ചേക്കുന്ന ആ മിക്സിൻ്റെ അകത്തു നിന്ന് കുറച്ചും കൂടി ഇതിനകത്തേക്ക് ചേർക്കും കേട്ടോ. ഒരു 1/4 ഭാഗം നമ്മൾ മാറ്റി വെക്കണേ, ബാക്കി കുറച്ച് മാത്രം ഇതിനകത്ത് ചേർക്കണത്. പിന്നെ ഇത്തിരി പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇത് നമ്മുടെ ചിക്കൻ്റെ ഇതൊക്കെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ പുളി രസങ്ങൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെ ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല. അപ്പോൾ തൈര് ചേർക്കാനായിട്ടൊരു പറഞ്ഞിട്ടില്ല. തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കിടന്ന് കരിയും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. തൈര് ഇങ്ങനെ എണ്ണയിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ, തൈര് ചേർത്തത് എപ്പോഴും ഇങ്ങനെ കരിഞ്ഞു വരും. അപ്പോൾ അത് നമ്മുടെ തന്തൂരി ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് എപ്പോഴും തൈര് ചേർത്ത് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഈ സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മൂടിയോടെ വെച്ചിട്ടാ. അപ്പോൾ ഇതിനകത്ത് വന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രത്യേകം ഇതിനകത്ത് പറയുന്നുണ്ട്, വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലേ തനതായ രുചി കിട്ടുള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. മീൻ കറിയിൽ മാത്രമാണ് സാധാരണ വെളിച്ചെണ്ണ ഇടുന്നത്. ഇവിടെ എന്തിലും വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലഹാരത്തിൽ പോലും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത്, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നാൽ ആ പലഹാരം പോലും കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഞാനത് ഓർത്തില്ല സത്യത്തിൽ. അവർ പറഞ്ഞല്ല ഇങ്ങനെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത്. ഷാമിസ് കിച്ചണിൽ നിന്നാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് ചെയ്തത്. പക്ഷേ സംഭവം പാളിപ്പോയി. വെളിച്ചെണ്ണ എൻ്റെ കയ്യിലത്തത് കുറേ അധികം ചിലവായത് ബാക്കി. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ല, ഒരാൾക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോലും തൊട്ടില്ല എന്നുള്ള എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ആ ചതച്ച സമയത്ത് ഈ പട്ടയും അതൊക്കെ ചേർത്തില്ലേ, മുഴുവൻ മസാല, അതിൻ്റെ ഒരു കൊള്ളാത്തൊരു രുചിയായിരുന്നു അതിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. മൊത്തത്തിൽ കൊള്ളമായിപ്പോയൊരു ചിക്കൻ ഫ്രൈ ആണ്. കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ സംഭവം നമുക്ക് കഴിക്കാനേ തോന്നാത്തൊരു സ്മെല്ല്. അത് ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ എടുക്കാതെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചെയ്തിരുന്നെങ്കിൽ അത് സൂപ്പറായി കിട്ടിയാനെന്ന് എനിക്ക് തോന്നി. വെളിച്ചെണ്ണ ഇട്ടതോടുകൂടി അതിൻ്റെ സകല ടേസ്റ്റും പോയി. അയ്യോ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്കൊക്കെ അത് നന്നായിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാനേ പറ്റിയില്ല. ആകെ ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി. നമ്മൾ ഇത്രയും എണ്ണയൊക്കെ ഒഴിച്ച് ഇത്രയും നല്ലൊരു ഇൻഗ്രീഡിയൻസൊക്കെ ആക്കിയിട്ട് ആ മിക്സിയിൽ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ എല്ലാം ചതച്ചൊക്കെ എടുത്ത്, അപ്പോൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് 3/4 ഭാഗവും മാറ്റി വെച്ചേക്കണല്ലേ. അത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ഈ ചിക്കൻ ഫ്രൈ മേടിക്കുന്ന സമയത്ത് കുറേ മൊരിഞ്ഞ സാധനങ്ങൾ ഇങ്ങോട്ട് തരും. അതിന് വേണ്ടിയിട്ട് അവർ വറുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണേ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അങ്ങനെ കുറേ ചതച്ചിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ പൊരിച്ച് കോരി വെച്ചിട്ടുണ്ടാകും. അല്ലാതെ ഇതിൻ്റെ പൊരിച്ച് എടുക്കുമ്പോൾ അത്രയും വരൂലല്ല, കുറച്ചല്ലേ മൊരിഞ്ഞ ആ സംഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് അവരിങ്ങനെ പൊരിച്ച് കോരി വെച്ചിട്ടാണ് അതും നമുക്ക് ഇട്ട് തരണത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിയാണ്, അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം പാളിപ്പോയി, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് വറുക്കുന്ന സമയത്ത് ഇത് ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെ എന്തോരം വെളിച്ചെണ്ണ പോയി എന്നറിയാം. 1/4 കിലോ വെളിച്ചെണ്ണ ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി ആ വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ചു പോയല്ല എന്ന് വിചാരിച്ചിട്ട്. വെളിച്ചെണ്ണയുടെ സ്മെല്ല് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പണി വാളിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വറുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ആയി കഴിയുമ്പോൾ മാത്രമേ ഇളക്കാനൊക്കെ പാടുള്ളൂ, എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കോട്ടിങ് എല്ലാം ഇതിനകത്ത് വിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് പതിയൊന്ന് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താണ്ട് അടിക്ക് പിടിച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഈ ഒരു അയൺ തവയില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്കിപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനൊക്കെ ഇതാണ് ഇഷ്ടം. കുറച്ച് പരന്ന് കിടക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ അധികം വെയിറ്റ് ഇല്ല, പിന്നെ ഒറ്റ ഹാൻഡിലുള്ളേ, അപ്പോൾ പിടിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. മറ്റ് കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളെന്ന് പറയുമ്പോൾ അത് വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെയും എനിക്ക് എടുക്കാൻ സത്യത്തിലും മടിയാണ്. ഇതാവുമ്പോൾ അത്രയും വെയിറ്റും വരണില്ല, ഒറ്റ ഹാൻഡിലുമാണ്. വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൈ പാനാണിത്. കറികളുണ്ടാക്കാം, പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്യാം. അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കണമൊന്നുമില്ല. അപ്പോൾ ഞാനിതാണിപ്പോൾ മിക്കവാറും എടുക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ചാണെങ്കിൽ മാത്രം ചെറിയ ചീനച്ചട്ടി പോലത്തെ മറ്റേ കടായി ഇല്ലേ ഇരുമ്പിൻ്റെ, അതിലൊക്കെ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ ഇത് ഏറ്റവും അവസാനം നമ്മൾ കോരി എടുക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രമാണ് ഇതിൻ്റെ മീതിലേക്ക് വേപ്പില ഇടണത്. അല്ലെന്നുണ്ടെങ്കിൽ ആ വേപ്പിലയുടെ കളറൊക്കെ പോയിട്ട് കറുത്തു പോകും നേരത്തെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഉള്ളിൽ. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ, പിന്നെ നമ്മൾ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഉള്ളു വേകണമല്ല. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എല്ലാം കോരി എടുത്തതിന് ശേഷമാണ് നമ്മൾ മാറ്റി വെച്ചേച്ച ആ ഒരു ചതച്ച സാധനം ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണത്. അത് ഫ്രൈ ചെയ്തെടുത്തപ്പോഴാണ് അതിലും കോമഡി ഉണ്ടായത്.
ഇതങ്ങോട്ട് മാറ്റി ഞാൻ ആ ചതച്ചതങ്ങോട്ട് ഇട്ട് അത് കുറച്ചധികം നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് നമ്മളിതിനെ ഒന്ന് നല്ല മൊരിഞ്ഞും വരണമല്ല. അപ്പോൾ ഷാമീസ് കിച്ചണിൽ അവർ പറയുന്നുണ്ട് ശ്രദ്ധിച്ചെടുക്കണം, കരിഞ്ഞു പോകാതെ എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്കി നിൽക്കണമായിരുന്നു കേട്ടോ. ഇതിട്ടതിന് ശേഷം ഇത് കരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് എടുക്കണം. അങ്ങനെ ഇതിൻ്റെ അറ്റം വരണ ആ സമയം വരെയും ഞാൻ ശ്രദ്ധാപൂർവം അങ്ങനെ നോക്കി നിന്നേട്ടാ. അപ്പോൾ അത് ഒട്ടും തന്നെ ആണില്ല, ഒരുപാട് ടൈം എടുക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ അവിടെ നിന്ന് മാറാതെ എങ്ങനെ നോക്കി നിന്നിട്ടാ ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും എൻ്റെ ഫോണിലൊരു കോള് വന്ന് അത് എടുക്കണ സമയത്ത് ഇത് കരിഞ്ഞു പോയി. മിക്കവാറും നമ്മളുടെ പാലും അങ്ങനെ തന്നെയല്ലേ, നോക്കി നോക്കി നിന്നിട്ട് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അശ്രദ്ധ വരും, അപ്പോഴേക്കും സംഭവം പാല് തിളച്ച് താഴേക്ക് പോകും. അപ്പോൾ ഇത് ആ മൊരിഞ്ഞ് എടുത്ത സാധനം ഇവിടെ ആരും കഴിച്ചരുത്. ഇതാണ് കളർ, ഈ കളറിലാണ് കിട്ടിയത്. അതുകൊണ്ട് അത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. എങ്കിലും ഞാനിങ്ങനെ ചുമ്മാ അതിൻ്റെ മീതയിൽ ഒരു ഇത്തിരി എടുത്ത് വെതറിയിട്ടതാണ് കേട്ടോ. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ആ മൊരിഞ്ഞ സാധനമൊക്കെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും, ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കുമെന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കി വെച്ച സാധനമാണ് എൻ്റെ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തി കളഞ്ഞതും അത് കരിഞ്ഞു പോയതും എല്ലാം കൂടി ഒരു, ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ വീട്ടിലെ ആളുകളുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം, നമുക്കൊരു സ്വസ്ഥത കുറവുണ്ടായിരുന്നു. റൂബിയുടെ കരച്ചിലും എല്ലാം കൂടിയിട്ട് ആകെ അസ്വസ്ഥമായൊരു ദിവസമായിരുന്നു. അങ്ങനെ ഏതായാലും ബീഫ് കറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സംഭവം കണ്ട, ഇതാണ് ഈ കളറിലാണ് വന്നത്. അത് നന്നായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരുന്നേനെന്ന് ഞാൻ വിചാരിച്ച്. ഒന്നാമത്തെ വെളിച്ചെണ്ണയിൽ വറുത്തപ്പോൾ തന്നെ സംഭവം പോയി, പിന്നെ രണ്ടാമത് ഇത് കരിയുകയും ചെയ്തു. ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കണത്. പക്ഷേ അതിൻ്റെ വെളിച്ചെണ്ണയുടെ രുചി വന്നതോടുകൂടി നമുക്കത് കഴിക്കാൻ ഞാൻ തൊട്ട് നോക്കിയില്ല. എനിക്ക് സ്മെല്ല് കേട്ടിട്ട് തന്നെ ഒരു വല്ലാത്തൊരിതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ സംഭവം നല്ലതാണ്, പക്ഷേ ഈ ഒരു വെളിച്ചെണ്ണയിൽ വറുക്കാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ തുണികളുണ്ടായതൊക്കെ ഒന്ന് മടക്കിയൊക്കെ എടുത്ത് വെക്കണേട്ടോ. നമ്മുടെ റൂബിക്കുഞ്ഞ് ഇപ്പോഴും കിടക്കണേണ്, കൂട്ടി തന്നെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു ചായയും കൂടി ഇട്ട് സംഭവം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഒരു അസ്വസ്ഥമായ ദിവസം. അതുകൊണ്ട് തന്നെ വൈകുന്നേരം പിന്നെ ഒരു കാര്യത്തിനും ഞാൻ നിന്നില്ല, ചായ മാത്രം ഇട്ട്. പിന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രെഡ്, പാല്, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡ് ഉള്ളതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പപ്പക്കൊക്കെ ബ്രെഡ് കഴിക്കുക വൈകുന്നേരം, അങ്ങനെ വിചാരിച്ചിട്ട് വേറൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്നലെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത ആളുകളും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല. എൻ്റെ അവസ്ഥ അത് തന്നെ ഉണ്ടാ. അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാനും ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി തോറ്റ ആളാണ്. ഒന്നും എനിക്ക് വൃത്തിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഉണ്ണിയപ്പം ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞു തന്നതാണ് കേട്ടോ. കാരണം എൻ്റെ ആങ്ങളുടെ ഭാര്യ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റെസിപ്പികളാണ് കൂടുതൽ ഇഷ്ടം. നമ്മളിപ്പോഴത്തെ പുതിയ ആളുകൾ ഉണ്ടാക്കുന്ന റെസിപ്പിനേലും നല്ലത് നമ്മൾ പഴയ ആളുകൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്മായി ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ആ ഒരു അതെനിക്ക് ധൈര്യമായിട്ട് തോന്നിയോണ്ടാണ് ഞാനത് വേഗം ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അതായത് ഒരാളും അങ്ങനെ ഒരു റെസിപ്പി ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഈ ശർക്കര പാനി എല്ലാം കൂടിയിട്ട് കലക്കിയിട്ടൊക്കെയാണ് വെക്കണത് പൊങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ബേക്കിംഗ് സോഡ, അല്ലാന്നുണ്ടെങ്കിൽ പഴമാണ് അരച്ചിടുന്നത്. എല്ലാവരും പഴമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അത് കേടായിപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ആ റെസിപ്പി ട്രൈ ചെയ്തു കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ മരം എല്ലാം മരമൊക്കെ വെട്ടി ഈ ഒരു കൊമ്പ് മാത്രമാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് നമ്മൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച കാണാം. താങ്ക്